പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ പരമ്പര, അതുണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ, അതിനൊക്കെ ഇടയിൽ പി.വി. അൻവറിനെ പരസ്യമായി തള്ളുന്നു CPIM നേതൃത്വം. പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പി.വി. അൻവർ പിന്മാറണം എന്നുള്ള അഭ്യർത്ഥന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. സർക്കാരിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് പരസ്യമാക്കിക്കൊണ്ട് CPIM രംഗത്ത് വരുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപികൃഷ്ണൻ, ഈ അൻവറിൻ്റെ ഈ വിവാദം രൂപപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കേട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരു സഖാവാണ്, സഖാക്കൾക്ക് വേണ്ടിക്കൂടിയാണ് താൻ ഈ പോരാട്ടം നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അവരുടെ പോരാട്ടങ്ങളെ പി.വി. അൻവർ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഈ പാർട്ടിയിലെ ചില ആളുകളാണോ, അല്ലെങ്കിൽ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത, വിഭാഗീയത, അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന തരത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗമാണോ അൻവറിന് പിന്തുണ നൽകുന്നത് എന്നുള്ള ചോദ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകൾക്ക്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ ഒരൊറ്റ നിലപാടിലൂടെ പാർട്ടി ഉത്തരം പറയുകയാണോ KR ഗോപികൃഷ്ണൻ? ഒരു സംശയവുമില്ല റീജിത്ത്. അതായത് മുഖ്യമന്ത്രി ഇന്നലെ തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പാർട്ടിയും പി.വി. അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിലെ വാചകങ്ങൾ. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ, അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ, ക്രമസമാധാന പാലനം വഹിക്കുന്ന ADGPക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒക്കെ പി.വി. അൻവർ മറക്കാതെ പ്രയോഗിച്ചിരുന്നൊരു വാക്കാണ്, ഒരു സഖാവെന്ന നിലയിലാണ് ഞാൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതായത് പി.വി. അൻവർ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പുവരുത്താൻ ശ്രദ്ധിച്ചിരുന്നു. അത് പാർട്ടിയുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്, പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ശുദ്ധീകരണമാണ് തൻ്റെ ആരോപണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന പ്രതീതി ഉണ്ടാക്കാൻ പി.വി. അൻവർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരോപണങ്ങൾ വലിയ വിവാദമാകുന്ന തുടക്കം, ആരംഭകാലത്ത് തന്നെ പി.വി. അൻവർ പറഞ്ഞിരുന്നത് ഒരു സഖാവെന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ഈ ആരോപണങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും, പാർട്ടിയിലെ പ്രമുഖർ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാതെ താൻ മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കാരണം, ഒരു പാർട്ടി സഖാവെന്ന നിലയിൽ പാർട്ടിയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന ഒരു കവറിംഗ് എപ്പോഴും പി.വി. അൻവറിന് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉണ്ടായിരുന്നു. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ അൻവർ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ പരാതി പറയുന്നവർ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കളുടെ കുടുംബങ്ങൾ എന്നോട് നേരിട്ട് വന്ന് പരാതി പറയുന്നുണ്ട്. അവിടെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവർ, അവരുടെ കുടുംബങ്ങൾ വന്ന് എന്നോട് പരാതിപ്പെടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ വിഭാഗീയതയിലേക്ക്, മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കാവുന്ന ആരോപണങ്ങളിൽ പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകൾ, അവിടുത്തെ റാങ്ക് ആൻഡ് ഫയലിന്റെ കൂടി താല്പര്യം താൻ പാലിച്ചുകൊണ്ടാണ് തൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈ കാര്യങ്ങളിൽ താൻ നിലപാടെടുക്കുന്നു എന്നാണ്. അതായത് പാർട്ടിയെ കൂടി ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ, പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടായി പി.വി. അൻവറിന്റെ ഈ സമീപനങ്ങൾ മാറിയിരുന്നു. അപ്പോൾ അൻവർ സ്വാഭാവികമായും പുറത്തുണ്ടാക്കിയിരുന്ന പ്രതീതി, ഈ ഭരണത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലുള്ള മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം സംബന്ധിച്ച കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി താൻ ശ്രമിക്കുന്നു. അതിന് പാർട്ടിയുടെ പിന്തുണ നേടിയെടുക്കാൻ തനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം ഒരുപക്ഷെ പി.വി. അൻവറിന് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു ആത്മവിശ്വാസം പി.വി. അൻവർ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വിഘാതമുണ്ടാക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഒന്നായി ഇന്നത്തെ പാർട്ടിയുടെ നിലപാട് മാറുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറയുന്ന രീതിയിലല്ല അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് പറഞ്ഞതോടുകൂടി പാർട്ടിയും ഇനി അൻവറിനൊപ്പം ഇല്ല എന്ന് വ്യക്തമാകുന്നു. ഏതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പരസ്യമായി പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഭരണകക്ഷി MLA ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങൾ അത് ഇനി മേലാൽ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ടിയുടെ പിന്തുണ പി.വി. അൻവറിന് ഇല്ല എന്ന് മാത്രമല്ല റീജിത്ത്, പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് മാറുകയാണ്. ഒരു കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുകയും പിന്നെ ഇടതുപക്ഷ ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്ത് അങ്ങനെ MLA ആയി വരികയും പിണറായി വിജയന്റെ വിശ്വസ്തനും അടുപ്പക്കാരനും എന്നുമുള്ള മേൽവിലാസം ഉണ്ടാക്കുകയും ചെയ്ത പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി അറിയേണ്ടത് പി.വി. അൻവറിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞാൽ ഇല്ലാതാകുന്ന ആളല്ല താൻ എന്നുള്ള കാര്യം പി.വി. അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. തീയിൽ കുരുത്തതാണ്, പോരാട്ടം തുടരും എന്നായിരുന്നു പി.വി. അൻവറിന്റെ മുഖ്യമന്ത്രി തള്ളിയതിനു ശേഷവുമുള്ള നിലപാട്. പാർട്ടി കൂടി തള്ളിപ്പറയുന്നതോടുകൂടി പി.വി. അൻവർ എന്ത് സമീപനമായിരിക്കും, എന്ത് പ്രതികരണമായിരിക്കും നടത്താൻ പോവുക എന്നുള്ളതും ശ്രദ്ധേയമാണ്.
KR ഗോപികൃഷ്ണൻ, ഒപ്പം തന്നെ MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.